അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒന്നിലേക്ക് നോക്കുമ്പോൾ അതിന് പ്രത്യേകം കൂലിയുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ഹഫിൽ നോക്കി ഖുർആൻ ഓതുമ്പോൾ ഈ രണ്ട് ഫളലുകൾ ലഭിക്കുന്നു. ഒന്ന് മുസ്ഹഫിലേക്ക് നോക്കുന്ന ഫളല്, മറ്റൊന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഫളൽ. അതുകൊണ്ട് മെമ്മറിയേക്കാൾ കൂടുതൽ മുസ്ഹഫിൽ നോക്കി ഓതുന്നതിന് പ്രാധാന്യമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞ കാരണങ്ങൾക്ക് ഒരുപാട് വജ്ഹുകൾ നമുക്ക് സലഫുകളിൽ നിന്നും അതേപോലെ പിൽക്കാലഘട്ടത്തിൽ വന്ന പണ്ഡിതന്മാരുടെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് മനസ്സിലാകുന്നത് മുസ്ഹഫിൽ നോക്കി ഖുർആൻ ഓതുന്നതിന് പ്രത്യേകതയുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും, മൊബൈൽ ഫോണിൽ നിന്നും ഓതലാണോ മുസ്ഹഫിൽ നിന്നും ഓതലാണോ കൂടുതൽ നല്ലത്? കാരണം മൊബൈൽ ഫോണിലും ഉള്ളത് മുസ്ഹഫ് തന്നെയാണല്ലോ. അപ്പോൾ ഇവ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നാണ്. യഥാർത്ഥത്തിൽ വ്യത്യാസമുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം പണ്ഡിതന്മാർ ആരും തന്നെ മുസ്ഹഫ്, മൊബൈൽ ഫോണിലുള്ള മുസ്ഹഫിന് അതല്ലാത്ത പ്രിന്റഡായ മുസ്ഹഫിൻ്റെ അതേ ദർജ ആരും നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഉലമാക്കളെല്ലാം ഏകോപിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരെല്ലാം ഏകോപിച്ച് അഭിപ്രായം പറഞ്ഞത്, ഒരാൾക്ക് മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ഖുർആൻ ഓതാൻ വുളുവിൻ്റെ ആവശ്യമില്ല. അതേപോലെ തന്നെ ആർത്തവകാരികളായ സ്ത്രീകൾക്കും നിഫാസുള്ള സ്ത്രീകൾക്കുമൊക്കെ മൊബൈൽ ഫോണിലെ മുസ്ഹഫിൽ ഓതാവുന്നതാണ്. കാരണം അതല്ലാത്ത മുസ്ഹഫിനോട് ഒരിക്കലും തുലനം ചെയ്യാൻ പാടില്ലാത്തതാണ്.